ഞാനിത് ഇവിടെ വാഴ ഇവിടുന്ന് വെച്ച് അളിയില്ല ഞാൻ മതിയായിരുന്നു. എറുമ്പ അല്ല അദ്രമാനാ അല്ല താത്ത, അളിയുണ്ട് അവിടെ. അദ്രമാൻ എന്ത് പണിയാ ചെയ്തത്? ഞാൻ താത്താനോട് ചോദിക്കാം, താത്ത എന്ത് പണിയപ്പോ ചെയ്തത്? ചക്കക്കുരു. അല്ല താത്ത, എനിക്ക് പറഞ്ഞ മാതിരി അളിയന്റെ മാതിരി തീരെ വിവരഞ്ഞാതാ. ഇപ്പൊ പെട്ടെന്ന് സ്ഥലം വിറ്റാ വല്ല ലാഭം കിട്ടും. ഇനിയിപ്പൊ ഇത് പെട്ടെന്ന് ബുക്കാൻ പറഞ്ഞ ഞാനത് ബുക്കോ? ഇങ്ങക്ക് 10 റുപ്യ കിട്ടണം എന്നല്ല എന്റെ മനസ്സിലുള്ളത്. ഇജോ എന്റെ മക്കളും കാറിലും വലിയ ബംഗ്ലാവിലൊക്കെ ഇങ്ങനെ താമസിക്കുമ്പോ ഞമ്മക്ക് സന്തോഷല്ലേന്ന്. എന്നാ അതൊന്നും എനിക്കറിയില്ല. അളിയൻ വന്നോ? തക്കാളി താത്ത, ഞാൻ പിന്നെ വരാം. ഒന്ന് വാതില് തുറക്ക്. ആ ദാ വരുന്ന്. ഒന്നങ്ങോട്ട് വന്നേ. ദാ വരുന്ന്. ആഹാ, എന്താ മനുഷ്യ, നിങ്ങള് പോയതുപോലെ അല്ലല്ലോ പറഞ്ഞത്. എന്താ മുഖത്തൊരു സന്തോഷം? നിങ്ങള് വരി. സന്തോഷം ഇല്ലാതിരിക്കുവോ? എന്താപ്പ അത്? സലാം എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പഴാ എനിക്ക് സമാധാനായത്. എന്താപ്പ സമാധാനമുള്ള വർത്താനം മാഷ് പറഞ്ഞത്? സുബിമോളെ സലാമിന്റെ മോനെ കൊണ്ട് കെട്ടിക്കാന്ന്. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞേ? നിലമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന എനിക്ക് ഒരു കച്ചിത്തുരുമ്പായിരുന്നു സലാമിന്റെ വാക്കുകള്. അല്ല, നിങ്ങൾ എന്നിട്ട് സമ്മതിച്ചാ? 1000 വട്ടം സമ്മതാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നാലേ എനിക്ക് അതിന് സമ്മതല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാ സമ്മതിച്ചേ? എന്റെ മോളെ ആ ചെറിയ പുരയിലൊക്കെ പറഞ്ഞേക്കാ. എന്താ കയറൊച്ചിങ്ങനെ പറയണത്? എന്താ അവനൊരു കുഴപ്പം? വിദ്യാഭ്യാസം ഇല്ലേ? തൊഴിലില്ലേ? 5-10 നിസ്കാരല്ലേ? വിദ്യാഭ്യാസം? നിങ്ങൾ വിദ്യാഭ്യാസം നോക്കി നടന്നോളി. അല്ല പിന്നെ മോനെ ഫാരിസേ, അനക്ക് കേക്കണ? എന്റെ വാപ്പാ എന്റെ പെങ്ങക്കൊരു കല്യാണാലോചനയിട്ട് വന്നിരിക്കുന്നു. ആരാണെന്ന് എനക്ക് അറിയുവാ? ആ മാഷിന്റെ മോന്. എന്തപ്പാ നിങ്ങക്ക് തീരെ അന്തഞ്ചേ? നമ്മളെ സ്റ്റാറ്റസ് നമുക്ക് നോക്കണ്ടേ? അതേടാ, ബാപ്പാക്ക് അന്തല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് അന്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കി, നിങ്ങൾ ഓന്റെ മെക്കിട്ട് കയറണ്ട. എന്ത് വന്നാലും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതല്ല. അത് ഇജ്ജല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ മോക്ക് ഓനെ ഇഷ്ടാണെങ്കിൽ, അത് മേലുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് നടത്തുകയും ചെയ്യും, ഇജ്ജതില് കൂടെ ചെയ്യും. ഓ, ഇനി ഇങ്ങോട്ട് വാട ഫാരിസേ. മോളെ, ഈ പറയണതല്ല ഇജ്ജ് കേട്ടതല്ലേ? എന്താ എന്റെ അഭിപ്രായം? എനിക്ക് സമ്മതാണിപ്പ. ഓർമ്മ വെച്ച് നാളെ മുതൽ ഇപ്പൊ ഗൾഫിലാണ്. ഇന്ന് വരെ എന്റെ ആവശ്യം വെച്ച് പകയെ കത്തയച്ചിട്ടില്ല. പാന്റെ എല്ലാ പ്രയാസങ്ങളും പരിമിതികളും എനിക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യണതും എന്റെ നന്മയ്ക്കായിരിക്കും. ആമിർ നല്ലവനാണ് മോളെ. ഇപ്പാന്റെ കുട്ടീനെ ഓൻ കരയിക്കൂല. മോനെ ആമിറേ, എന്തേ ആമിറേ ഇവിടെ വന്നാ. എന്താ പാപ്പാ? ഇവിടെ വാ, അവിടെ ഇരിക്കേ. എന്താ പാപ്പ പതിവില്ലാതെ ഒരു ഇരുന്നുള്ള വർത്താനമൊക്കെ? ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം ഇരുന്ന് തന്നെ സംസാരിക്കണം. പാപ്പ കാര്യം പറയൂ പാപ്പ. വാപ്പയ്ക്ക് എന്നും നീ കുട്ടിയാ. എൻ്റെ പഠിപ്പിൻ്റെ കാര്യവും ബാക്കി തീരുമാനവും ഞാൻ തന്നെ എടുത്തത്. എന്നാലും ചില നിർണായക കാര്യങ്ങൾ നിന്നോട് ചോദിക്കണ്ടേ? നാളെ ബാപ്പാൻ്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് ഈ പറയാൻ പാടില്ല. വാപ്പ വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറഞ്ഞോളി. മുസ്തഫാൻ്റെ കാര്യം ഈ അറിഞ്ഞല്ലോ. ഓൻ വളരെ വിഷമത്തിലാ. പിന്നെ അൻ്റെയും സുബീൻ്റെയും കല്യാണക്കാര്യം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം?
അതിനെന്താ ബാപ്പ, സുബി നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിക്ക് ബാപ്പാന്റെ ഇഷ്ടം പോലെ ചെയ്തോളി. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? കനവിന്റെ വാതിൽ തുറന്നു, കണ്ണുകൾ കാത്തു കാത്തിരുന്നു. അരികില്ലേ അരികിൽ നീ പിന്നെയും, അരികില്ലേ അരികിൽ നീ പിന്നെയും. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? ഒരു വട്ടം കണ്ടപ്പോൾ മാനസം പൂത്തുപോയി, ഒരു ജന്മം പിരിയാൻ വയ്യാതെയായി. ഒരു വട്ടം കണ്ടപ്പോൾ മാനസം പൂത്തുപോയി, ഒരു ജന്മം പിരിയാൻ വയ്യാതെയായി. മദനശരം മനസ്സിലെയാൽ പോരു നീ, മനമിലെ കുളിരുമായി വരില്ല നീ. അഭിലാഷം വീണ്ടും വിളിച്ചു, ആലിംഗനത്തിനു കൈതരിച്ചു, ആലിംഗനത്തിനു കൈതരിച്ചു. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? എന്താ സുബി നീ കരയണത്? ഈ ചെറിയ വീട്ടിലേക്ക് വന്നുകൊണ്ടാണോ? നിന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ ഉപ്പാന്റെ കാര്യം ആലോചിച്ചതാ. എല്ലാം ശരിയാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കണം. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഈ കല്യാണക്കാരെ ഉപ്പ പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വാസമായിരുന്നില്ല. ഇപ്പോൾ പോലും നീ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഇങ്ങനെ കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത വിമാനത്തിലൊക്കെ ഒന്ന് കയറി ദുബായിലേക്കൊക്കെ ഒന്ന് പോവും. എന്താ ഫാരിസേ, വീട്ടിലൊരു കല്യാണം ഉണ്ടായിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ? ഏതായത് എന്റെ പെങ്ങക്കാ മോയതിനായതാ കിട്ടിയത്. എനിക്കും ഉമ്മാക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പാന്റെ ഇഷ്ടത്തിലാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ടാണ് കല്യാണം ചെറുതായത്. അവനുമായി എങ്ങനെയിടോ നിന്റെ പെങ്ങളെ ഒത്തുപോകുക? ആ, എന്തായാലും പാർട്ടി വേണം, വാ. പഴയമാതിരി പാർട്ടി നടത്താനൊന്നും കാശില്ല. ഇപ്പം നാട്ടിലാണ്. പെട്ടെന്ന് കുറ്റം പറിച്ച് നാട്ടിൽ നിന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഇല്ലാതായി. നിങ്ങൾ പോയിക്കോളി, ഞാനും പാരിസും വന്നോളാം. പാരിസ് കേറ്, പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. വാ കേറ് 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 കേറ്. എന്നാ ശരി, ഓക്കെ. ശരി ശരി ശരി. മുസ്തഫാക്ക, നിങ്ങൾ മോനെ പോലീസ് പിടിച്ചോണു. വേമ്പേരി. എന്ത് പോലീസ് പിടിച്ചേക്കേ? സാറ് പോയ നേരത്തെ ഇവനെ ഇറക്കാൻ പെരിയവർ വിളിച്ചിരുന്നു. പെരിയവരല്ല, ആഭ്യന്തരം വിളിച്ചാലും ഇവനെ ഞാൻ വിടില്ല. അതിന്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും ഈ സുബ്രന് പുല്ലാടാ. ഹലോ, അതെ, ആഹാ, ഞാൻ ഉടനെ എത്തും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. യെസ്. ആരിത്? മാഷോ? എന്താ മാഷ കാര്യം? ഇറുകി. ഇയാൾ ഈ സ്റ്റേഷനിലല്ലേ? അതെ മാഷേ, 6 മാസമായി ഞാൻ ഇവിടെയാ. ഇന്ന് രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. എന്താ ആ കുട്ടി ചെയ്ത തെറ്റ്? മാഷിയുടെ ആരാവൻ? എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഇയാൾ. ഇയാളുടെ മകനാ ആ കുട്ടി. ഇയാളുടെ മകനും മറ്റൊരുത്തനും കൂടി റോട്ടിലൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു. നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. എന്താ നിങ്ങൾക്ക് ജോലി? ഗൾഫിലാണ്. കേട്ടോ മാഷേ, ഇപ്പോഴത്തെ യുവാക്കള് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു.
ചില സമയങ്ങളിൽ വീട്ടിൽ നിന്നും കാശ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ. അവനൊരു തെറ്റ് പറ്റി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭാഗ്യത്തിന് ആ സ്ത്രീ പരാതിയൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഹൗ. കോൺസ്റ്റബിൾ, അവനെ വിളിക്കണോ? ശരി സാർ. മാഷേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. ഓ, മേലാൽ ഇതുപോലുള്ള കേസുകളിൽ പെട്ടാൽ പുറം ലോകം ഞാൻ കാണിക്കില്ല. വളരെ ഉപകാരം. മാഷേ, ഇതുപോലുള്ളവരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറാൻ കഴിയുള്ളൂ. മാഷൊന്നും കരുതരുത്. ഓ, ശരി. എന്തോ